Dear students, subsequences. We consider the definition of subsequences. Consider a set A equal to 1, 2, 3, 4, 5, 6 and a subset A1 equal to set 1, 2, 3. And we can write this subset A1 in the form 3, 2, 1 also. That is here A1 equal to A2. സെറ്റിൻ്റെ കേസിൽ A1ഉം A2ഉം സെയിം ആണ്. കാരണം അവിടെ ഓർഡർ ഇമ്പോർട്ടൻ്റ് അല്ല. 1, 2, 3 എന്നുള്ളത് 3, 2, 1 എഴുതിയാലും അത് സെയിം സെറ്റ് തന്നെയാണ്. പക്ഷേ സീക്വൻസും സബ്സീക്വൻസും അങ്ങനെയല്ല. സീക്വൻസിൽ നമുക്കറിയാം സീക്വൻസിൻ്റെ ഡെഫിനേഷൻ തന്നെ ഒരു ബൈജക്ഷൻ ഫ്രം നാച്ചുറൽ നമ്പേഴ്സ് ടു ആറ്. റിയൽ സീക്വൻസ് ആണെങ്കിൽ ആറിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് എഫ് ഓഫ് 1 എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ ഉണ്ടാവും. എഫ് ഓഫ് 2 അതായത് ആ ടേമിൻ്റെ ഓർഡർ നമ്പർ വളരെയധികം ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്സീക്വൻസ് എഴുതുമ്പോഴും ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സീക്വൻസ് മീൻസ് ഒരു സീക്വൻസിലെ എലമെൻറ്റ്സ് മെമ്പേഴ്സ് വേറൊരു സീക്വൻസിൽ അപ്പിയർ ചെയ്യുക ഇൻ ദെയർ ഗിവൺ ഓർഡർ. അതായത് ഓർഡർ കീപ്പ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ എക്സ് എന്ന് പറഞ്ഞിട്ട് എൻ എന്ന് പറയുന്ന ഒരു സീക്വൻസ് എടുക്കുകയാണ്. 1, 2, 3, 4, 5, 6 എക്സെട്ര. അതിൻ്റെ ഒരു സബ്സീക്വൻസ് നമ്മൾ എഴുതി 2, 4, 6, 8 എക്സെട്ര. അതായത് ഈവൻ നമ്പേഴ്സ്. ഇനി ഓഡ് നമ്പേഴ്സിൻ്റെ എഴുതാം 1, 3, 5, 7 എക്സെട്ര. ഇതൊക്കെ അതിൻ്റെ സബ്സീക്വൻസുകളാണ്. പക്ഷെ നമ്മൾ വേറൊരു നമ്മൾ X1 ക്യാപിറ്റൽ X1 കൊടുത്തു, ക്യാപിറ്റൽ X2, ഇനി ഒരു ക്യാപിറ്റൽ X3 എഴുതി. ദറ്റ് ഈസ് വി റൈറ്റ് ഇറ്റ് ആസ് 4, 5, 2, 3, then 8, 1 എക്സെട്ര. ഇങ്ങനെ ഒരു സീക്വൻസ് നമ്മൾ എഴുതി. പക്ഷേ ഈ X3 ഒരു സബ്സീക്വൻസ് അല്ല. കാരണം ഇവിടെ 4 ആണ് ഫസ്റ്റ് ടേം, 5 കഴിഞ്ഞിട്ട് 2 ആണ് വരുന്നത്. അതായത് നമ്മൾ എടുത്ത സീക്വൻസ് ആദ്യത്തെ സീക്വൻസ് N ആണ്. അതിൽ 4, 5 ഓക്കെ. പക്ഷേ 4ഉം 5ഉം 5ൻ്റെ മുന്നെയാണ് 2 വരുന്നത്. പക്ഷേ ഇവിടെ X3യിൽ വരുന്നത് 2 വരുന്നത് 4നും 5നും ശേഷമാണ്. അപ്പോൾ ആ ഓർഡർ കീപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സബ്സീക്വൻസ് അല്ല. ഇത് രണ്ടും എന്താണ്? സബ്സീക്വൻസ് ആണ്. ദാറ്റ് മീൻസ് സബ്സീക്വൻസിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് AN ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ ആൻഡ് വി കൺസിഡർ എ സീക്വൻസ് ഓഫ് പോസിറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് N1, N2, N3 എക്സെട്ര സച്ച് ദാറ്റ് ഇഫ് I ഗ്രേറ്റർ ദാൻ J ഇംപ്ലൈസ് NI ഗ്രേറ്റർ ദാൻ NJ. അതായത് ഇപ്പോൾ നമ്മൾ ഒരു 2 എടുക്കുകയാണ്, 3 എടുക്കുകയാണ്. അപ്പോൾ 3 ഈസ് ഗ്രേറ്റർ ദാൻ 2. സോ എന്തായിരിക്കണം? N3 ഗ്രേറ്റർ ദാൻ N2 ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു സെറ്റ്, അതായത് ഇൻക്രീസിങ് ആയിരിക്കണം. ഇൻക്രീസിങ് കൂടി പോകുന്ന ഒരു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സെറ്റ് N1, N2, N3. ദെൻ XN1, XN2 എക്സെട്ര ഇസ് ഇവിടെ A ആണ് നമ്മളെടുത്തത്. സീക്വൻസിൻ്റെ പേര് നമ്മൾ AN എടുത്തത്. സോ അതുകൊണ്ട് AN1, AN2, AN3 എക്സെട്ര ഇങ്ങനെ എഴുതുന്നത് ഒരു സബ്സീക്വൻസ് ആയിരിക്കും. സോ ലെറ്റ് AN ബി എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഇഫ് N1, N2, N3 എക്സെട്ര be a sequence of positive integers such that I greater than J implies Ni greater than Nj. Then the sequence AN1, AN2, AN3 is called a subsequence of AN. ANൻ്റെ സബ്സീക്വൻസിനെ നമ്മൾ ANK എന്നാണ് ഡിനോട്ട് ചെയ്യുക. XNൻ്റെ XNK എന്ന് ഡിനോട്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് എ സബ്സീക്വൻസ്. അപ്പോൾ ഓർഡർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സീക്വൻസിൽ എഴുതുമ്പോൾ ഓർഡർ കീപ്പ് ചെയ്തിട്ട് വേണം എഴുതാൻ, അല്ലാത്തത് സബ്സീക്വൻസ് ആവില്ല. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. സെറ്റ് ഓഫ് ആൾ പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ ഇൻറ്റിജേഴ്സിൻ്റെ സീക്വൻസ് Nൻ്റെ സബ്സീക്വൻസുകളാണ് നേരത്തെ പറഞ്ഞു. ഈവൻ നമ്പേഴ്സ് 2, 4, 6 എക്സെട്ര. അതുപോലെ വേറൊരു സബ്സീക്വൻസ് ആണ് ഓഡ് നമ്പേഴ്സ് 1, 3, 5 എക്സെട്ര. അതുപോലെ പ്രൈം നമ്പേഴ്സിൻ്റെ കളക്ഷൻ 2, 3, 5, 7 എക്സെട്ര. ഇവിടെയൊക്കെ ഓർഡർ കീപ്പ് ചെയ്യും. അതായത് ശരിക്കുള്ള സീക്വൻസിൽ 2ന് ശേഷമായിരിക്കും 4 വരുന്നത്. ഇവിടെയും 2ന് ശേഷമാണ് 4 വരുന്നത്. അങ്ങനെ ആ ഓർഡർ കീപ്പ് ചെയ്തിട്ടാണ് എല്ലാതും വരുന്നത്. ഇനി നമ്മൾ M-tail പഠിച്ചിട്ടുണ്ട്. ഒരു സീക്വൻസിൻ്റെ M-tailലും ഒരു സബ്സീക്വൻസ് ആണ്. ഏതൊരു സീക്വൻസിൻ്റെയും M-tail അതിൻ്റെ ഒരു സബ്സീക്വൻസ് ആയിരിക്കും. അതായത് M-tail എന്ന് പറയുമ്പോൾ M+1 ടേം മുതലുള്ള
മെമ്പേഴ്സാണ് ഉണ്ടാവുക. സോ ആ ഓർഡർ കീപ്പ് ചെയ്യും, അതിന് ശേഷമുള്ള എല്ലാ മെമ്പേഴ്സും വരും. ദാറ്റ് ഈസ് എം ടെയിൽ ഓഫ് എ സീക്വൻസ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സബ്സീക്വൻസ്. Now we have a remark that is I greater than j implies ni greater than nj എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ആ ഡെഫിനിഷൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടുള്ള ഒരു റിമാർക്കാണ്. ദാറ്റ് ഈസ് 4 സീക്വൻസുകളുണ്ട്, എ എൻ, ബി എൻ, സി എൻ ആൻഡ് ഡി എൻ. ഇതിൽ എ എൻ ആണ് നമ്മൾ മെയിൻ സീക്വൻസ് ആയിട്ടാണ് എടുക്കുന്നത്. അതിൽ ബി എന്നും സി എന്നും എ എന്നിൻ്റെ സബ് സീക്വൻസുകളാണ്. അതിൽ ആ ഓർഡറൊക്കെ കീപ്പ് ചെയ്തിട്ടായിരിക്കും എലമെൻറ്റ്സ് എഴുതിയിട്ടുണ്ടാവുക. പക്ഷേ ഡി എന്നിൽ നോക്കൂ, 1/4, 1/2, 1/6, 1/8. ആദ്യം 1/4 ആണ്, പിന്നെയാണ് 1/2 വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ശരിക്കുള്ള സീക്വൻസ്, അതായത് എ എന്നിൽ 1/4 മുന്നെയാണ് 1/2 വന്നിട്ടുള്ളത്, ഇവിടെ 1/4 ശേഷമാണ് 1/2 വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഡി എൻ ഒരു സബ് സീക്വൻസ് അല്ല, പക്ഷേ ബി എന്നും സി എന്നും എ എന്നിൻ്റെ സബ് സീക്വൻസുകൾ ആയിരിക്കും. Now we have a theorem related to the subsequence of a sequence. First one, if a sequence x equal to xn of real numbers converges to x belongs to R, then any subsequence x dash equal to xnk of x also converges to x. That is, ഒരു സീക്വൻസ് എക്സ് എന്നുള്ള പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു സീക്വൻസ് ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ സബ് സീക്വൻസുകളും അതേ പോയിന്റിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും. സോ ഈ തിയറത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ഡൈവേർജ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ഈ തിയറം ഉപയോഗിക്കുക. അതായത് ഒരു സീക്വൻസ് ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ സബ് സീക്വൻസുകളും അതേ പോയിന്റിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും. അപ്പോൾ നമുക്ക് ഡൈവേർജ് ചെയ്യുന്നു കാണിക്കാൻ എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു സബ് സീക്വൻസ് ഒരു ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നു കാണിച്ചാൽ മതി. സോ ഫോർ ദി പ്രൂഫ് വി ഹാവ് എ സീക്വൻസ് എക്സൻ. സീക്വൻസ് എക്സൻ എന്ന് പറയുന്ന ഒരു സീക്വൻസ് എടുത്തു. സപ്പോസ് ദാറ്റ് എക്സൻ കൺവേർജസ് ടു എക്സ് ബിലോങ്സ് ടു ആർ റിയൽ നമ്പർ. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സൻ ഈക്വൽ ടു എക്സ് എന്ന് എഴുതാൻ പറ്റും. ബൈ ഡെഫിനിഷൻ ഓഫ് കൺവേർജൻസ്, ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists natural number k such that modulus of xn minus x less than epsilon for every n greater than or equal to k by definition of convergence. ഇനി നമുക്കറിയാം, നമ്മൾ സബ്സീക്വൻസ് എഴുതുമ്പോൾ n1 അങ്ങനെ ഇൻക്രീസിങ് ഓർഡറിൽ എടുക്കുക ചെയ്യുക, n1, n2, n3 എക്സെട്ര. അപ്പോൾ ഇതിൽ ഈ ഏതെങ്കിലും ഒരു ഈ n എന്ന് പറയുന്നത്, അതായത് കെനേക്കാൾ വലിയ എല്ലാ എന്നിനും ഇത് ശരിയാണെന്ന് നമ്മൾ പറഞ്ഞത് ബൈ ഡെഫിനിഷൻ ഓഫ് കൺവെർജൻസ്. അപ്പോൾ ഈ n എന്ന് പറയുന്നത് നമ്മൾ സബ്സീക്വൻസ് എഴുതുമ്പോൾ അത് ഏതെങ്കിലും ഒരു n k ആയിരിക്കും. നമ്മൾ നേരത്തെ കുറേ എക്സാമ്പിളൊക്കെ കണ്ടു. അപ്പോൾ ശരിക്കുള്ള സീക്വൻസിലെ n എന്ന് പറയുന്നത് kth ടേം അല്ലെങ്കിൽ kth ടേം എന്ന് പറയുന്നത് സബ്സീക്വൻസ് എഴുതുമ്പോൾ അതിൽ വേറെ ഏതെങ്കിലും ഒരു n kക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും അത്. So we can also write in the term of a subsequence, we can write there exists n1 less than n2 less than n3 less than etc. in an increasing order. Then there exists some nk. ഈ n ഏതെങ്കിലും ഒരു nk ആയിരിക്കും, nk such that nk greater than or equal to k. Then xn എന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം, xnk minus x less than epsilon for every nk greater than or equal to k എന്ന് എഴുതാം. സോ ഇത് ലിമിറ്റാക്കി എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് xnk ഈക്വൽ ടു എക്സ്. സോ ഒരു സീക്വൻസ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ ഏതൊരു സബ് സീക്വൻസും അതേ പോയിന്റിലേക്ക് തന്നെ എക്സിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും. നൗ വി ഹാവ് ദ സെക്കൻഡ് തിയറം. Statement of the theorem: let x equal to xn be a sequence of real numbers, then the following statements are equivalent. 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്, 3 ഈക്വലൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, the sequence xn does not converges to x. Second statement, there exists an epsilon not greater than 0 such that for any k belongs to n there exists nk belongs to n such that nk greater than or equal to k and modulus of xnk minus x greater than or equal to epsilon naught. Third statement, there exists an epsilon naught greater than 0 and a subsequence xnk of x such that modulus of xnk minus x greater than or equal to epsilon naught for all k belongs to n. That is, ഈ തിയറം
3 സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഈക്വലൻ്റ് കണ്ടീഷൻ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 1 ഇംപ്ലൈസ് 2, 2 ഇംപ്ലൈസ് 3, ദെൻ 3 ഇംപ്ലൈസ് 1 എന്ന് പ്രൂവ് ചെയ്യണം. പറയുന്നത് ഇതിൽ കൺവേർജൻസിനെ കുറിച്ചല്ല പറയുന്നത്, ഡൈവേർജ് ആവാനുള്ള കണ്ടീഷനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് തിയറത്ത് പറഞ്ഞു ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ സബ് സീക്വൻസുകളും അതേ പോയിന്റിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും. അപ്പോൾ ഇവിടെ പറയുന്നത് ഡൈവേർജൻ്റ് ആവുന്ന കണ്ടീഷനാണ്. സോ ഫസ്റ്റ് നമുക്ക് 1 ഇംപ്ലൈസ് 2 എന്ന് പ്രൂവ് ചെയ്യണം. അതായത് 1 നമ്മൾ സപ്പോസ് ചെയ്യും. സപ്പോസ് 1 ദാറ്റ് ഈസ് xn does not converges to sequence xn does not converges to x. xn എന്ന് പറയുന്നത് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല. സോ ബൈ ഡെഫിനേഷൻ കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists natural number k such that modulus of xn minus x less than epsilon for every n greater than or equal to k എന്നാണ് നമ്മൾ എഴുതുക. അപ്പോൾ കൺവേർജ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫോർ എനി എപ്സിലോൺ നോട്ട്, എപ്സിലോൺ നോട്ട് എന്ന് എടുക്കാൻ കാരണം ഇവിടെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ എപ്സിലോൺ നോട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ്. ഫോർ എനി എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 there exists natural number k belongs to n such that modulus of xn minus x less than epsilon for every n greater than or equal to k epsilon നോട്ട്. ഇത് എക്സിസ്റ്റ് ചെയ്യില്ല, ഇങ്ങനെ ഉണ്ടാവില്ല. ഇത് കൺവേർജ് ചെയ്യുമ്പോൾ ഉള്ള ഡെഫിനിഷനാണ് ഈ എഴുതിയിട്ടുള്ളത്. നമ്മളോട് കൺവേർജ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. സോ ഇങ്ങനെ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടാവില്ല. ദർ ഡസ് നോട്ട് എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ. അതായത് ഇത് ഹോൾഡ് ചെയ്യില്ല, നോട്ട് ഹോൾഡ്. അപ്പോൾ പിന്നെ എന്തായിരിക്കും ഹോൾഡ് ചെയ്യാം? ലെസ് ദാൻ എപ്സിലോൺ നോട്ട് ഹോൾഡ് ചെയ്യില്ല. അപ്പോൾ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ടായിരിക്കും. മോഡുലസ് ഓഫ് എക്സ് n മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഇതായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ n എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു n k ആയിരിക്കും. സോ ഇത് n kക്ക് എഴുതാം. എക്സ് എൻ കെ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഫോർ എവരി എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. സോ അതാണ് നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ. ദർ എക്സിസ്റ്റ് എൻ എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഫോർ എനി കെ ബിലോങ്സ് ടു എൻ ദർ എക്സിസ്റ്റ് എൻ കെ ബിലോങ്സ് ടു എൻ സച്ച് ദാറ്റ് എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആൻഡ് മോഡുലസ് ഓഫ് എക്സ് എൻ കെ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട്. സോ 1 ഇംപ്ലൈസ് 2 പ്രൂവ് ചെയ്തു. ഇനി 2 ഇംപ്ലൈസ് 3, അതായത് 2 സപ്പോസ് ചെയ്യണം എന്നിട്ട് 3 പ്രൂവ് ചെയ്യണം. 2ഉം 3ഉം വായിക്കുമ്പോൾ ഏകദേശം സെയിം ആണെന്ന് തോന്നും, പക്ഷെ അങ്ങനെയല്ല. 2 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു എപ്സിലോൺ നോട്ട് എടുക്കുകയാണ്. ഒരു പോസിറ്റീവ് എപ്സിലോൺ നോട്ട് എടുത്താൽ ആൻഡ് എ നാച്ചുറൽ നമ്പർ, ഒരു നാച്ചുറൽ നമ്പർ കെ എടുത്താൽ ദർ എക്സിസ്റ്റ് അനദർ നാച്ചുറൽ നമ്പർ എൻ കെ. അത് ഈ കെനേക്കാളും വലിയ നമ്പറായിരിക്കും. അതായത് ഏതൊരു നാച്ചുറൽ നമ്പർ എടുത്താലും അതിനേക്കാൾ വലിയ ഒരു നാച്ചുറൽ നമ്പർ എൻ കെ എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് എക്സ് എൻ കെ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ആവുകയും ചെയ്യും. ഇതാണ് 2. ദാറ്റ് ഈസ് എന്നിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് 3 ആണ്. 3 എന്ന് പറയുന്നത് ഇവിടെ നാച്ചുറൽ നമ്പറും അതുപോലെ ഒരു എക്സ് എൻ കെയെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. 3ൽ പറയുന്നത് ഒരു സബ്സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. ഏകദേശം ഒരേപോലെ തന്നെ, നമുക്കൊന്ന് ജനറലൈസ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 2 സപ്പോസ് ചെയ്യാം. ഒരു എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 എടുത്തു. ദെൻ ഒരു നാച്ചുറൽ നമ്പർ 1 തന്നെ എടുക്കാം. 1 ബിലോങ്സ് ടു n, അതായത് കെയുടെ സ്ഥാനത്താണ് 1 എടുക്കുന്നത്. ദെൻ ദർ എക്സിസ്റ്റ് എൻ n1, എൻ കെൻ്റെ സ്ഥാനത്ത് n1 ബിലോങ്സ് ടു ക്യാപിറ്റൽ N സച്ച് ദാറ്റ് n1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്നായിരുന്നു. 2 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിലെ കാര്യമാണ് നമ്മൾ സപ്പോസ് ചെയ്യുന്നതാണ് പറയുന്നത്. ആൻഡ് മോഡുലസ് ഓഫ് എക്സ് n1 മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട്. ഇതേപോലെ നമ്മൾ അടുത്ത നമ്പർ ഏത് നാച്ചുറൽ നമ്പറിനും ഏത് കെ എടുത്താലും ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ 2 എടുത്ത് നോക്കാം. 2 ബിലോങ്സ് ടു n, ദർ എക്സിസ്റ്റ് n2 ബിലോങ്സ് ടു n സച്ച് ദാറ്റ് n2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആൻഡ് മോഡുലസ് ഓഫ് എക്സ് n2 മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട്. ഇവിടെ n1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്, n2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ഇതൊന്ന് രണ്ടൊന്നും കൂടെ നമുക്ക് n2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n1 എന്ന് എഴുതാം. n1 എന്ന് പറയുന്നത് 1നേക്കാൾ വലുതാണ്, n2 എന്ന് പറയുന്നത് 2നേക്കാൾ വലുതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും n2 ആയിരിക്കും വലുത്. n2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n1. ഒരു ടേമും കൂടെ എഴുതി വെക്കാം. നമ്മളൊരു 3 ബിലോങ്സ് ടു n എടുത്താൽ ദർ എക്സിസ്റ്റ് n3 ബിലോങ്സ് ടു n സച്ച് ദാറ്റ് n3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം?
n3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n2നേക്കാൾ വലുതായിരിക്കും. ആൻഡ് മോഡുലസ് ഓഫ് xn3 മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയാൽ ഏത് കെ എടുത്താലും 1 2 3 4 അങ്ങനെ ഏത് കെ എടുത്താലും വി ഗെറ്റ് n1 n2 n3 എക്സെട്ര സച്ച് ദാറ്റ് n1 ആയിരിക്കും ഏറ്റവും ചെറുത്, പിന്നെ n2 n3 അങ്ങനെ പോകും. അങ്ങനെ ഒരു ഇൻക്രീസിങ് സീക്വൻസ് കിട്ടി ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ്. ആൻഡ് ഓരോ n1നും n2നും കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും, ഓരോ 1നും കറസ്പോണ്ടിങ് ആയിട്ടൊരു എൻ കെ ഉണ്ടാവും. ഓരോ കേക്കും കറസ്പോണ്ടിങ് ആയിട്ട് എൻ കെ ഉണ്ടാവും. ഓരോ എൻ കേക്കും കറസ്പോണ്ടിങ് ആയിട്ട് xnകൾ ഉണ്ടാവും. Also we get xn1, xn2, xn3 etc. such that modulus of ഓരോ xnനും എന്ത് സാറ്റിസ്ഫൈ ചെയ്യും, modulus of xnk minus x greater than or equal to epsilon naught എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും. സോ ഇതിനെ നമുക്ക് എന്താ എഴുതാം, ഒരു സബ്സീക്വൻസ് ആയിട്ട് പരിഗണിക്കാം. കാരണം എന്താ, ഇൻക്രീസിങ് ഈ ഓർഡർ കീപ്പ് ചെയ്യുന്നുണ്ട്. സോ വി ഗെറ്റ് എ സബ്സീക്വൻസ് ജനറലി xnk എന്ന് എഴുതാം സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് xnk മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഫോർ എവരി ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും ഫോർ എവരി k ബിലോങ്സ് ടു n. സോ ദാറ്റ് ഈസ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമ്മൾ 3 ഇംപ്ലൈസ് 1 ഇംപ്ലൈസ് 2 പ്രൂവ് ചെയ്തു, 2 ഇംപ്ലൈസ് 3 പ്രൂവ് ചെയ്തു. now ലാസ്റ്റ് 3 ഇംപ്ലൈസ് 1 പ്രൂവ് ചെയ്യണം. 3 ഇംപ്ലൈസ് 1 പ്രൂവ് ചെയ്യാൻ നമ്മൾ 3 സപ്പോസ് ചെയ്യാം. അതായത് there exists a subsequence xnk of xn such that for epsilon naught greater than 0 modulus of xnk minus x greater than or equal to epsilon naught for every k. അതായത് ഒരു സബ്സീക്വൻസ് ഉണ്ട്, ആ സബ്സീക്വൻസ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് മീൻസ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ആ സബ്സീക്വൻസ് എന്താവുന്നില്ല, കൺവേർജ് ചെയ്യുന്നില്ല. കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ലെസ് ദാൻ എപ്സിലോൺ നോട്ട് എന്ന് കിട്ടണം. അപ്പോൾ ഒരു സബ്സീക്വൻസ് ഉണ്ട്, അത് കൺവേർജൻ്റ് അല്ല എന്നാണ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, സീക്വൻസ് എക്സനും 1 ആണ് പ്രൂവ് ചെയ്യേണ്ടത്. 1 എന്താ, സീക്വൻസ് എക്സനും ഡസ് നോട്ട് കൺവേർജ് ആണ്, കൺവേർജ് ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്യണം. സോ അതിനു വേണ്ടി നമ്മൾ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. എക്സൻ, സപ്പോസ് ദാറ്റ് എക്സൻ കൺവേർജസ് ടു എക്സ്. എക്സ് എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക്, റിയൽ നമ്പറിലേക്ക് എക്സൻ കൺവേർജ് ചെയ്യുന്നു നമ്മൾ എടുക്കുക. സോ ഫസ്റ്റ് തിയറം നമ്മൾ പറഞ്ഞിരുന്നു, ഒരു സീക്വൻസ് ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ സബ്സീക്വൻസുകളും അതേ പോയിന്റിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും. സോ എക്സൻ കൺവേർജസ് ടു എക്സ് ആണ്. അതുകൊണ്ട് എക്സനിൻ്റെ സബ്സീക്വൻസ് ആയ എക്സൻ കെയും എവിടേക്ക് കൺവേർജ് ചെയ്യും, എക്സിലേക്ക് കൺവേർജ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഏതൊരു എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 എടുത്താലും മോഡുലസ് ഓഫ് എക്സൻ കെ മൈനസ് എക്സ് എന്ത് കിട്ടണം, ലെസ് ദാൻ എപ്സിലോൺ നോട്ട് എന്ന് കിട്ടണം ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. പക്ഷെ നമ്മൾ സപ്പോസ് ചെയ്തെന്താ, ഇറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ നോട്ട് അല്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ടാണ്. സോ വി ഗെറ്റ് എ കോൺട്രഡിക്ഷൻ. therefore our assumption is wrong. that is നമ്മൾ അസ്യൂം ചെയ്തത് xn കൺവേർജസ് ടു എക്സ് എന്നായിരുന്നു. അങ്ങനെ ഒരു എക്സ് ഉണ്ടാവില്ല. ദാറ്റ് ഈസ് xn നോട്ട് കൺവേർജസ് ടു x belongs to R. So that is the proof of the 3 statement equivalent. The 3 statements are equivalent. Now we consider a note, that is ഒരു സീക്വൻസ് ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ എല്ലാ സബ്സീക്വൻസുകളും അതേ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. സോ അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മളൊരു സീക്വൻസ് എക്സൻ എടുത്തു, -1 ഓൾ റൈസ് ടു n എന്ന് പറഞ്ഞാൽ -1 1 -1 1 എന്ന് പറയുന്ന ആ സീക്വൻസ്, അതിൻ്റെ 2 സബ്സീക്വൻസുകൾ നമ്മളെടുത്തു. ഒരു ഫസ്റ്റ് -1 മാത്രമുള്ളൂ, അതായത് 1 3 5 7 അങ്ങനെയുള്ള ടേമുകൾ. രണ്ടാമത്തെ എടുത്തു, ഇതിന് നമ്മൾ x1 എന്ന് കൊടുക്കുന്നുണ്ട്, x2 രണ്ടാമത്തെ സബ്സീക്വൻസ് +1കൾ 1 1 1, അതായത് സെക്കൻഡ് ഫോർത്ത് സിക്സ്ത് ടേമുകളൊക്കെ ഉള്ള സീക്വൻസ്. ഇതിൽ x1 -1 -1 എന്ന് പറയുന്ന സീക്വൻസാണ്, അതൊരു കോൺസ്റ്റൻറ്റ് സീക്വൻസാണ്, -1ലേക്ക് കൺവേർജ് ചെയ്യും.
x2 എന്ന് പറയുന്നത് 1 1 മാത്രമുള്ള സീക്വൻസ് ആണ്, അതും ഒരു കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആണ്, അത് പ്ലസ് 1ലേക്ക് കൺവേർജ് ചെയ്യും. അപ്പോൾ xnൻ്റെ രണ്ട് സബ് സീക്വൻസുകൾ എടുത്തു, രണ്ടും 2 ലിമിറ്റിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞത് ഒരു സീക്വൻസ് ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ എല്ലാ സബ് സീക്വൻസുകളും അതേ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ എന്ത് കിട്ടി? ഒരു സീക്വൻസ് എടുത്തു, അതിൻ്റെ 2 സബ് സീക്വൻസുകളും 2 വ്യത്യസ്ത ലിമിറ്റിലേക്ക് കൺവേർജ് ചെയ്യും എന്നാണ് കിട്ടിയത്. സോ ആ തിയറം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഡൈവേർജ് ചെയ്യുന്നു എന്ന് കാണിക്കാനാണ് ആ തിയറം ഉപയോഗിക്കുക. കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ സബ് സീക്വൻസുകളും ഒരേ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു സബ് സീക്വൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും 2 എണ്ണം വേറെ വേറെ പോയിന്റിലേക്കാണ് കൺവേർജ് ചെയ്യുന്നതെങ്കിൽ അതിനർത്ഥം എന്താ? ആ സീക്വൻസ് കൺവേർജൻ്റ് അല്ല എന്നാണ്. അപ്പോൾ ഇവിടെ -1 ഓൾ റൈസ് ടു n കേസിൽ 2 സബ് സീക്വൻസ് എടുത്തു, രണ്ടും വേറെ വേറെ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്തു, അതുകൊണ്ട് ഈ സീക്വൻസ് എന്തല്ല? കൺവേർജൻ്റ് അല്ല. -1 ഓൾ റൈസ് ടു n ഈസ് നോട്ട് കൺവേർജൻ്റ്. ഇത് ഓസിലേറ്ററി ആണെന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. ഈ -1 ഓൾ റൈസ് ടു n ഓസിലേറ്ററി ആണ് അല്ലെങ്കിൽ കൺവേർജൻ്റ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ ഒരുപാട് മെത്തേഡുകളുണ്ട്. അതിലൊരു മെത്തേഡാണ് ഇത്. സബ്സീക്വൻസ് ഉപയോഗിച്ച്, ബൗണ്ടഡ്നെസ് ഉപയോഗിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് സബ്സീക്വൻസ് ആൻഡ് തിയറംസ്. താങ്ക് യു.